ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർഗങ്ങളും വർഗമൂലങ്ങളും അവയുടെ ചില പ്രത്യേകതകളുമാണ്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെ വർഗം 4, മൂന്നിൻ്റേത് 9. നോക്കൂ, യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന സംഖ്യകളിൽ ചില പ്രത്യേകത: 1, 4, 9, 6, 5, 6, 9, 4, വീണ്ടും 1 വരും. അപ്പോൾ 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. 2, 3, 7, 8 ഈ സംഖ്യകൾ സ്ക്വയേഴ്സിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് തന്നെ 2, 3, 7, 8 എന്നുള്ള സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്തുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെന്ന് അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമായി. അപ്പോൾ എന്നാൽ ഇത് 1, 4, 5, 6, 9 എന്ന സംഖ്യകൾ വരുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ എങ്കിലും ആ സ്ക്വയേഴ്സ് ആ നമ്പേഴ്സ് വരുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് തുടർന്ന് പറയുന്നതായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതാണല്ലോ പൂർണ്ണസംഖ്യകൾ. അതായത് ഒന്നിനോട് 1 കൂട്ടുന്നതാണ് പൂർണ്ണസംഖ്യ. ഒന്നിനോട് 1 കൂട്ടി, വീണ്ടും 1 കൂട്ടി, 1 കൂട്ടി അങ്ങനെ കിട്ടുന്ന സംഖ്യകളെ നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സും എപ്പോഴും പൂർണ്ണസംഖ്യകൾ തന്നെയായിരിക്കും. പൂർണ്ണസംഖ്യകളുടെ വർഗങ്ങൾ എപ്പോഴും പൂർണ്ണ സംഖ്യകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മളൊരു n എന്ന പൂർണ്ണസംഖ്യകൾ നമ്മൾ ആദ്യം എടുക്കുന്ന സംഖ്യകളെ പറയുന്നു. m എന്ന സ്ക്വയർ കിട്ടുന്ന സംഖ്യകളെ പറയുന്നു. വർഗമായിട്ട് കിട്ടുന്ന സംഖ്യകളെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ n ഒരു പെർഫെക്റ്റ് പൂർണ്ണ സംഖ്യയാണെങ്കിൽ m ഒരു പൂർണ്ണ സംഖ്യയായിരിക്കും, സ്ക്വയേഴ്സും ഒരു പൂർണ്ണ സംഖ്യയായിരിക്കും. n, m എന്ന പൂർണ്ണ സംഖ്യകളാണ്. n-ന്റെ സ്ക്വയർ ആണ് m എങ്കിൽ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. ഇനി പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ മറ്റു ചില പ്രത്യേകതകൾ നോക്കാം. 1-ന്റെ സ്ക്വയർ നമുക്കറിയാം 1 ആണെന്ന്. അപ്പോൾ 10-ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 10 സ്ക്വയർ. കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. 1 ഗുണം 1 1 തന്നെയാണ്. 2 0 കൂടെ കൊടുക്കുക. ഇനി 2-ന്റെ സ്ക്വയർ എന്നറിയാം 4 ആണ്. 2-ന്റെ സ്ക്വയർ 4 ആണെങ്കിൽ 20-ന്റെ സ്ക്വയർ 400 ആയിരിക്കും. അതുപോലെ തന്നെ 30, 40, 30-ന്റെ സ്ക്വയർ 900, 40-ന്റെ സ്ക്വയർ 1600, 50-ന്റെ സ്ക്വയർ 2500. ഇങ്ങനെ ആദ്യത്തെ സംഖ്യ മാത്രം ഗുണിച്ചാൽ മതി. പിന്നെ ഒരു 0 ആണ് ഉള്ളതെങ്കിൽ, സംഖ്യക്കുള്ളതെങ്കിൽ വർഗത്തിന് 2 0 കാണും. എന്നാൽ 2 0 ഉണ്ടെങ്കിലോ സംഖ്യക്ക് 2 0 ഉണ്ട്, 100 എന്നാണ് സംഖ്യ എങ്കിലോ വർഗത്തിന് 4 0 കാണും. 200-ന്റെ സ്ക്വയർ അപ്പോൾ എത്രയായിരിക്കും? 4-ന് 4 0 കൊടുത്താൽ മതി. അതുപോലെ തന്നെ 300-ന് 9-ന് 4 0 കൊടുത്താൽ മതി. ഇങ്ങനെ വേഗത്തിൽ നമുക്ക് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 200-ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 4-ന്റെ സ്ക്വയർ റൂട്ട് 2, 4 0-ന് 2 0 എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ കണ്ടു. 100-ന്റെ സ്ക്വയറിന് 4 0 ഉണ്ട്, 10-ന്റെ സ്ക്വയറിന് 2 0 ഉള്ളൂ. ഇനി 3 0 ഉണ്ട്, 9, 6 0. ഇതാണ് 3000-ന്റെ സ്ക്വയർ. അതായത് 30, 90 ലക്ഷം എന്ന് നമുക്ക് കിട്ടും.
അതുകൊണ്ട് തന്നെ നമുക്കൊരു നിഗമനത്തിലെത്താം, എപ്പോഴും ഒരു സ്ക്വയർ 3 പൂജ്യം ഉള്ള ഒരു സ്ക്വയർ ഒരിക്കലും ഉണ്ടാവില്ല. 3 പൂജ്യമുള്ള സ്ക്വയർ ഉണ്ടാവില്ല. 5 പൂജ്യമുള്ള സ്ക്വയറും ഉണ്ടാവില്ല. എപ്പോഴും ഓഡ് നമ്പേഴ്സ് 0 വരുന്നത് ഒന്നും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. എപ്പോഴും ഈവൻ നമ്പേഴ്സ് ഓഫ് സീറോസ് ആണ് ഉള്ളത്. ഈ ഇരട്ട സംഖ്യകൾ പൂജ്യങ്ങളായി വരുന്ന ഇരട്ട പൂജ്യങ്ങൾ വെച്ച് വരുന്ന സംഖ്യകൾ മാത്രമേ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളുടെ വർഗം കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 15, 25, 35, 45 ഇങ്ങനെ 5 എന്ന് വരുന്ന സംഖ്യകൾ. 15ന്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കാം. 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25. അതെവിടെ എഴുതി? 1നെ അതിന്റെ തൊട്ടടുത്ത സംഖ്യയോട് ഗുണിച്ചത് 1 × 2, 1 × 2 225 ആണ് 15ന്റെ സ്ക്വയർ. ഇനി 2, 25 എന്ന് എഴുതി 2ന്റെ അടുത്ത സംഖ്യയോടെ ഗുണിച്ചത് 3 2 6, 3 2 6, 625 ആണ് 25ന്റെ സ്ക്വയർ. ഇനി 35ന്റെ സ്ക്വയർ. 3ന്റെ അടുത്ത സംഖ്യ 4 ആണ്. 3 4 12, 12 ഇവിടെ 25. 4ന്റെ അടുത്ത സംഖ്യ 5 ആണ്, 20. അതിനോട് 25 കൂടെ എഴുതി കഴിയുമ്പോൾ 45ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ 5ന്റെ സ്ക്വയർ എഴുതുക. അതിനുശേഷം 10ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയും അതിന്റെ തൊട്ടടുത്ത സംഖ്യയെ കൊണ്ട് ഗുണിച്ച് എഴുതുമ്പോൾ 2 ചേർന്ന് വരുന്ന സംഖ്യയാണ് ആ സംഖ്യയുടെ വർഗം എന്ന് കാണാം. ഇനി നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും പൈതഗോറിയൻ തിയറം അല്ലെങ്കിൽ പൈതഗോറസ് തിയറി എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയുടെ ഒരു ത്രികോണത്തിന്റെ പാദവും ലംബവും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസിന്റെ സ്ക്വയറും അതിന്റെ ഹൈറ്റിന്റെ സ്ക്വയറും ചേർന്ന് വരുന്നത് അതിന്റെ ഹൈപ്പോറ്റനസിന്റെ സ്ക്വയർ ആയിരിക്കും. ഇത് 3 എന്നിരിക്കട്ടെ ഹൈറ്റ്, ഇത് 4 എന്നിരിക്കട്ടെ. അപ്പോൾ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ 9 6 15 1 2. അപ്പോൾ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആയിരിക്കും. അപ്പോൾ കർണം എന്ന് പറയുന്നത് √25 = 5. 25ന്റെ വർഗമൂലമായിരിക്കും അത് 5 ആയിരിക്കും. ഇനി ഇത് 5 എന്നിരിക്കട്ടെ, ഇത് 12 എന്നിരിക്കട്ടെ. അപ്പോൾ 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, 5ന്റെ സ്ക്വയർ 25, 169. അപ്പോൾ √169 ആയിരിക്കും ഹൈപ്പോറ്റനസിന്റെ മെഷർമെന്റ്. അപ്പോൾ √169ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 13. 13 ആണ് കർണത്തിന്റെ അളവ്. സ്കൂൾ പരീക്ഷകളിലെ ചോദ്യങ്ങൾ, മത്സര പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ ഇവയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇവ ചേർന്ന് ഇനിയും വർഗങ്ങളും വർഗമൂലങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.